ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുറേയേറെ കമൻറ്റിൽ വന്ന ഒരു കാര്യമാണ്. ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി, നിങ്ങൾക്ക് ഒന്ന് കയറി നോക്കാവുന്നതാണ്. അപ്പം അതൊന്നും പോരാ, വീണ്ടും ആൾക്കാർ ചിലപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലായിരിക്കാം. എന്നിരുന്നാലും അവർ വീണ്ടും ചോദിക്കുന്ന ചോദ്യമാണ്, മുഖത്ത് പോർസ് ഉണ്ട്, അപ്പോൾ കുഴികളൊക്കെ വന്നിട്ടുണ്ട്, അതെങ്ങനെ? ഇപ്പം ചിക്കൻ ബോക്സ് വന്നതാവാം, അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴികളാകാം. ഇങ്ങനെയുള്ള കുറേയേറെ പ്രശ്നങ്ങൾ കൊണ്ട് മുഖത്ത് കുഴികൾ ഉണ്ടാകാറുണ്ട്. അപ്പം ആ ഒരു കുഴികൾ മാറാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ല വെഡ്ഡിങ് ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയേറെ കമൻറ്റുകൾ വന്നു. അപ്പം മുഖത്തെ കുഴികൾ മാറാനായിട്ട് നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഏതൊരു കാര്യവും കണ്ടിന്യൂ ചെയ്യുക. അപ്പം അതിന് ഞാൻ ഇന്നിപ്പോൾ പറയുന്നത് ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഒരു സമയം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആദ്യം തന്നെ നമുക്കൊരു നല്ലൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണം ഫേസിൽ. ആ ഫേസ് പാക്ക് ചെയ്യുന്നതിന് മുൻപ് മുഖം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ തൈര് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പാൽ ഉപയോഗിക്കുക. റോ മിൽക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. റോ മിൽക്ക് ഉപയോഗിച്ച് നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം മുൾത്താണി മീട്ടി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മുൾത്താണി മീട്ടി. അപ്പം മുൾത്താണി മീട്ടിയിലേക്ക് റോസ് വാട്ടർ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് അതിനകത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് അത് ഏതുമാകാം. മുൾത്താണി മീട്ടി യൂസ് ചെയ്യാം, പാല് യൂസ് ചെയ്യാം, തേൻ യൂസ് ചെയ്യാം. അത് ആ ഒരു രീതിയിൽ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ട് ചെയ്യുക. റോസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നിനൊക്കെ റോസ് വാട്ടർ വളരെ നല്ലതാണ്. അതല്ല, ഡ്രൈ സ്കിന്നിനൊക്കെ ആണെങ്കിൽ പാല് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുക. അപ്പോൾ മുൾത്താണി മീട്ടിയും ഞാനിപ്പം നോർമൽ ഇതായിട്ട് പറയുകയാണ്. അപ്പം റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആക്കുക. കുഴമ്പ് രൂപത്തിലാക്കാതെ കുറച്ച് തിക്ക് പേസ്റ്റ് ആക്കുക. ഈ തിക്ക് പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് മുഖത്ത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഒരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മുഖം വാഷ് ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മളുടെ കഴിവതും നിങ്ങൾക്ക് പോർസ് എവിടെയാണോ കൂടുതലുള്ളത്, അപ്പോൾ ഇവിടെയൊക്കെ ആയിരിക്കും കൂടുതൽ പോർസ് വരുന്നത്. അതുപോലെ ബ്ലാക്ക് ഹെഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത്, ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. ശേഷം അത് ഒരു 15-20 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ച് കളയുക. തുടച്ച് കളഞ്ഞതിന് ശേഷം ഈ ഗ്രീൻ ടീ ഉപയോഗിച്ച് മുഖം ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യുകയല്ല, ഒന്ന് എന്താ പറയുക, സ്ക്രബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മസാജ് ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്യുക. ഗ്രീൻ ടീ ഉപയോഗിച്ചിട്ട്, ഗ്രീൻ ടീ ഐസ് ക്യൂബ് ആക്കുക. ഗ്രീൻ ടീ ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ടീ നമ്മൾ ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഒരു ക്യൂബ് അത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്യൂബ് എടുത്ത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഉരച്ച് മസാജ് ചെയ്യുന്നത് പോലെ നന്നായിട്ട് ഉരച്ച് എടുക്കുക. അതൊരു 5 മിനിറ്റ് കണ്ടിന്യൂ ആയിട്ട് 5 മിനിറ്റ് അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം മുഖം ഒന്ന് തുടച്ച് കളയുക. പിന്നീട് നമുക്ക് അലോവേറ ജെല്ല്, അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഒരു മോയ്സ്ചറൈസ് ക്രീം ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മുഖം ഒന്ന് മോയ്സ്ചറായിട്ട് നിൽക്കുക. എപ്പോഴും ഒരു ജലാംശം നമ്മുടെ മുഖത്ത് ഒരു ഈർപ്പം ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് ഒന്നുകിൽ കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മോയ്സ്ചറൈസ് ക്രീം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഈ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എല്ലാ ദിവസവും കണ്ടിന്യൂ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ വെഡ്ഡിംഗ് ഒക്കെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ നിങ്ങൾ ചെയ്യുക. നല്ല വ്യത്യാസം ഉണ്ടാകും. പിന്നെ വെഡ്ഡിങ്ങിന് ഏകദേശം ഒരു 3 ഡേയ്സ് മുൻപ്, അല്ലെങ്കിൽ 3 ഡേയ്സ് മുൻപ് ഫേഷ്യൽ ചെയ്യുക. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ആ പോർസ് ഫേഷ്യൽ ചെയ്യാൻ പോകുമ്പോൾ തന്നെ ആ ഒരു ലിമിറ്റ്, നിങ്ങൾക്ക് ഒരു 2 മന്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോർസ് ഒക്കെ മാറിയെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ നമുക്ക് കഴിയില്ല, എന്നാലും കുറച്ചൊക്കെ വ്യത്യാസം അതിലുണ്ടാകും. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കുഴികളൊക്കെ മാറി ഒരു പരിധി വരെ നമുക്ക് അത് പുറത്ത് കാണുന്ന ഒരു വ്യക്തി മനസ്സിലാക്കാത്ത രീതിയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.